സേതുലക്ഷ്മി വേദയോട് എന്തിനാ മോളെ സ്വന്തം കഥ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? കഥാപുസ്തകം വാങ്ങി വായിക്കാൻ കൊടുത്തൂടെ? അതല്ലേ നല്ലത്. വേദ, എപ്പോഴായാലും മോൾ ഇതെല്ലാം അറിയണ്ടേ? സേതുലക്ഷ്മി ഒന്നും മിണ്ടാതെ തരുണിന്റെ റൂമിലേക്ക് പോകുന്നു. തരുൺ അവിടെ രാധികയുടെ ഫോട്ടോ നോക്കി ഇരിക്കുകയാണ്. അമ്മ ചായ കൊണ്ട് കൊടുക്കുന്നു. എന്തിനാ മോനെ ഇപ്പോൾ ഈ ഫോട്ടോ എല്ലാം നോക്കുന്നത്? ഇതെല്ലാം നമ്മൾ മറച്ചു വെച്ചതല്ലേ മോൾ അറിയാണ്ടിരിക്കാൻ. അതിപ്പോൾ തെറ്റായി പോയി എന്ന് തോന്നുന്നു. വേദ കുറച്ചു ദിവസം കുഞ്ഞിനെ നോക്കാൻ വന്നതല്ലേ. ഇപ്പോൾ വേദയുടെയും കുഞ്ഞിന്റെയും സ്നേഹം കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു. തരുണിന് വേദയോട് സ്നേഹം തോന്നിത്തുടങ്ങി. ശങ്കരനാരായണൻ കേസ് വാദിക്കുന്നു. ജോബി പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായി. രേഖകളെല്ലാം ശങ്കരനാരായണൻ കോടതിക്ക് കൈമാറി. വിക്രം നിരപരാധിയാണെന്നറിഞ്ഞ് ഹൈക്കോടതി വിക്രമിനെ വെറുതെ വിടുന്നു. വിക്രമിനെ കൂട്ടാൻ വിശ്വം പുറത്തു നിൽപ്പുണ്ടായിരുന്നു. ദർശനും ശ്രീകാന്തും വിക്രമിനെ വെല്ലുവിളിക്കുന്നു. വിശ്വത്തിനെയും കൂട്ടി നേരെ അച്ഛൻ്റെ അടുക്കലേക്ക് പോകുന്നു വിക്രം. വിക്രമിനെ കണ്ടപ്പോൾ അച്ഛന് വലിയ സന്തോഷമായി. ഊണ് കഴിക്കാനിരിക്കുമ്പോൾ വിക്രമിന് ചോറ് വാരി കൊടുക്കുന്ന അച്ഛൻ. വേദയും തരുണും മീറ്റിംഗിലാണ്. ദേവരാജന്റെ ഭീഷണിയൊന്നും തരുണിനോടും വേദയോടും നടപ്പില്ല എന്ന് ദേവരാജന് മനസ്സിലായി. ഓക്കേ, ബൈ.